അസ്സലാമലൈക്കും. എല്ലാവർക്കും സേവൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്ലാസ് 9 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ എടുക്കാനാണ്. അത് ഞാൻ ശരിക്കും ഒരു 2 പാർട്ടിൽ ഒതുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് ഞാനൊന്ന് നോക്കിയപ്പോൾ അത് പാർട്ട് 2 നന്നായിട്ട് തന്നെ നല്ല ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് 3 പാർട്ടാക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോറി, ഞാൻ 2 പാർട്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഒരു കാരണം കൊണ്ട് എനിക്ക് 3 പാർട്ടാക്കേണ്ടി വന്നു. ഇന്ന് നമ്മൾ പേജ് നമ്പർ 15 തൊട്ടിട്ടാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മൾ പാലിയോലിത്തിക്കിനെ പറ്റി മുഴുവനായിട്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ആൻഡ് ദെൻ നമ്മൾ മെസോലിത്തിക്കിനെ പറ്റിയിട്ട് എന്താണ് മെസോലിത്തിക് ഏജ്, എന്തൊക്കെയാണ് അതിൽ ഡിഫറൻസ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ എന്താണ് മെസോലിത്തിക് ഏജിന് എന്താണ് മെസോലിത്തിക് ഏജ് എന്ന് പേര് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിലുള്ള കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അവർ വരച്ചിരുന്ന കുറേ പിക്ചേഴ്സും അങ്ങനെ എന്തൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നമ്മൾ പഠിക്കാൻ പോകുന്നത്, പഠിച്ച് തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ മെസോലിത്തിക് ഹ്യൂമൻസ് ഉണ്ടല്ലോ, അവരുടെ സ്വഭാവ സവിശേഷതകളാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂസിങ് മൈക്രോലിത്തിക് ഓർ വെരി സ്മോൾ സ്റ്റോൺ ടൂൾസ്. അവർ മൈക്രോലിത്തിക്കോ അല്ലെങ്കിൽ നല്ല ചെറിയ സ്മോൾ സ്റ്റോൺ ടൂൾസോ ആയിരുന്നു ആ കാലത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എ പാർട്ട് ഓഫ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് ഫിഷിംഗ് ഓൾസോ ബിക്കം ദ മീൻസ് ഓഫ് ലൈവ്ഹുഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പാലിയോലിത്തിക് ഏജിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഫിഷിംഗ് ഉണ്ടായിട്ടുണ്ട്, ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ഉണ്ടായിട്ടുണ്ട് നമ്മൾ പാലിയോലിത്തിക് ഏജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു മെസോളിത്തിക് ഏജ് ആയപ്പോഴത്തേന് നമുക്ക് എന്തൊക്കെ ഡിഫറൻസ് വന്നു? ഫിഷിങ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിക്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ആ പിക്ചറിൽ ഉണ്ടായിരുന്നു അവർ ഫിഷിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡാൻസ് ഒരുപാട് കളിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് കുറേ ഗ്രൂപ്പ് ഡാൻസ്, ആർട്ടായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അവരുടെ ഇതിൽ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അവർക്ക് ഡൊമസ്റ്റിക്കേഷൻ അവർ തുടങ്ങിയിട്ടുണ്ട്. അതേ യെസ്. അപ്പോൾ എന്താണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ്? മെസോലിത്തിക്കിൽ ഉണ്ടായിരുന്ന ഡിഫറൻസ് ആണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസ്. അവർ എനിമൽസിനെ വളർത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ഇനി പറയുകയാണെങ്കിൽ അവർ ലേബർ ബേസ്ഡ് ഓൺ ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ജനറൽ. അതായത് അവർ എന്താണ് നമ്മൾ ജനറലിനനുസരിച്ചിട്ട് മെയിലും ഫീമെയിലിനനുസരിച്ചിട്ട് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിനോദങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇനി മെസോലിത്തിക് സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് നമ്മൾ പാലിയോലിത്തിക്കിനെ പറഞ്ഞു. പാലിയോലിത്തിക്കിൽ നമ്മൾ പറഞ്ഞു അതിനെ പറ്റി കൂടുതൽ കണ്ടുപിടിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട് എന്ന കൂട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മെസോലിത്തിക്കിലും പാലിയോലിത്തിക്കിലെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. അപ്പോൾ മെസോലിത്തിക്കിലും എന്തുണ്ട്? ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. സ്റ്റാർ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിനും എന്തുണ്ടായിട്ടുണ്ട്? ഇംഗ്ലണ്ടിലെ സ്റ്റാർ കാർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. ഇത് ഇവിടെ നമ്മൾ മെസോലിത്തിക്കിനെ പറ്റിയിട്ടുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേമാതിരി തന്നെ ഫെഹിറൻ കേവിൽ, അതായത് ശ്രീലങ്കയിലുള്ള ഫെഹിറൻ കേവിലും നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഉത്തർപ്രദേശിൽ നമ്മൾ ഇന്ത്യയിൽ നിന്നും ഒരുപാട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി പറയാനുള്ളത് അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയോളിത്തിക് ഏജിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവും. അതായത് ഞാൻ പാർട്ട് 1 എന്തായാലും നിങ്ങൾ കാണുക, എന്നാലേ നമുക്ക് സെക്കൻഡ് പാർട്ട് എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഇപ്പം നമ്മൾ പാലിയോലിത്തിക്കിനെ പറ്റി പഠിച്ചു, മെസോലിത്തിക്കിനെ പറ്റി പഠിച്ചു. പാലിയോലിത്തിക് ഏജിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഹണ്ടിങ്ങും ഗ്യാതറിങ്ങും ആയിരുന്നല്ലോ പാലിയോലിത്തിക് ഏജിൽ ഉണ്ടായിരുന്നത്. നമ്മൾ മെസോലിത്തിക്കിൽ എത്തിയപ്പോഴേക്കും അവിടെ ഫിഷിങ് വന്നു, അതേപോലെ നമ്മൾ ഹണ്ടിങ് വന്നു, പിന്നെ ഡൊമസ്റ്റിക്കേഷൻ എനിമൽസ് വന്നു. അങ്ങനെ ഒരുപാട്
ഡിഫറൻസ് വന്നു അല്ലേ. ഇപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, പാലിയോളിത്തിക്കിനെ പറ്റി പറഞ്ഞു, മെസോളിത്തിക്കിനെ പറ്റി പറഞ്ഞു. അപ്പോൾ നിങ്ങളിങ്ങനെ ഗസ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ പാലിയോളിത്തിക്കിനെ പറ്റി പറഞ്ഞു. അതിൽ ഹണ്ടിങ് ആയിരുന്നു ഒരു സംഭവം ഉണ്ടായിരുന്നത്. പാലിയോളിത്തിക്കിനെ പറ്റി പറഞ്ഞു, അതിൽ ഹണ്ടിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ മെസോളിത്തിക്കിനെ പറ്റി പറഞ്ഞു. മെസോളിത്തിക്കിൽ ഹണ്ടിങ്, ഗ്യാതറിങ്, ഫിഷിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പാലിയോളിത്തിക്കിലും ഗ്യാതറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സംഭവമാണ് നിയോലിത്തിക് ഏജ്. എന്താണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്? നിയോലിത്തിക് ഏജ് ആണ്. ഈ നിയോലിത്തിക് ഏജിൽ എന്താണ് ഉണ്ടാകുന്നത്? നമുക്കാകെ ഒരു ക്യൂറിയോസിറ്റി ആണ് അല്ലേ. കാരണം എന്താ, നമ്മൾ പാലിയോളിത്തിക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായി, അതിനെക്കാട്ടി കുറേ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ മെസോളിത്തിക് വന്നത്. അപ്പോൾ അതിനെക്കാട്ടി എത്രയോ ഡിഫറൻസ് ആയിട്ടായിരിക്കും ഇനി നിയോലിത്തിക്ക് വരാനായിട്ട് പോകുന്നത്. എന്താണെന്ന് നമുക്ക് പാഠം നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വിശദമാക്കി മനസ്സിലാക്കി പഠിക്കാം. The word Neolithic is derived from the word in എന്താണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു വേർഡ്. നമ്മളെല്ലാത്തിനും ഓരോ എന്താണ് വേർഡ് ഉണ്ടായിരുന്നു. അതായത് ഓരോ കാരണം കൊണ്ടാണ് ഇന്ന പേര് അതിനിട്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിയോസ് മീൻസ് ന്യൂ എന്നാണ്. നിയോസ് മീൻസ് ന്യൂ എന്നാണ്. പിന്നെ ആൻഡ് ലിത്തോസ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മൂന്നിലും പഠിച്ചിട്ടുണ്ട്. പാലിയോളിത്തിക്കിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിലും ഉണ്ടായിരുന്നു ലിത്തോസ്. നമ്മളെ മെസോളിത്തിക്കിലും ലിത്തോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നിയോലിത്തിക്കിലും ലിത്തോസ് ഉണ്ട്. എന്താണ് നിങ്ങൾ പറഞ്ഞത്? സ്റ്റോൺ ആണല്ലേ. അപ്പോൾ എന്താ പറയുകയാണെങ്കിൽ നിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ എന്നും, ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ എന്നും. ന്യൂ സ്റ്റോൺ ആണ് അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ ദ ബുക്ക് മാൻ മേക്സ് ഹിംസെൽഫ് ബൈ ഗോൾഡൻ ചൈൽഡ് റെഫർ ടു ഇമ്പോർട്ടൻറ്റ് ഇൻ ദ നിയോലിത്തിക് ഏജ്. ഒരാളാണ്, അയാൾ സ്വന്തം ഇതിന് എഴുതിയ ഗോൾഡൻ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അതിൽ നമ്മൾ ഈ നിയോലിത്തിക് ഏജ് ഉണ്ടായിരുന്നു ഒരുപാട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നന്നായിട്ട് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻസ് സർഫേസ്ഡ് ന്യൂ വേസ് ടു ലിവിങ് ഡ്യൂറിങ് ദ നിയോലിത്തിക് പീരീഡ്. എന്തൊക്കെയാണ് നമ്മളുടെ നിയോലിത്തിക് പീരീഡിൽ കൂടുതലായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസിനെ പറ്റി വെച്ചാൽ അവർക്ക് മൃഗങ്ങളെ വളർത്തുന്നതിനനുസരിച്ചിട്ട് അവർക്ക് മനസ്സിലായി അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടാവും, അവരിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും, അങ്ങനെയൊക്കെ അവർ മനസ്സിലായി. ആൻഡ് ആദ്യമായിട്ട് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ നിയോലിത്തിക് ഏജിലാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇപ്പോഴും നമ്മളുടെ നാട്ടിൽ കൃഷി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫുഡ് കിട്ടുന്നത്. എല്ലാം വെറുതെ ഫുഡ് കിട്ടില്ല, അരി. അപ്പോൾ ഈ നിയോലിത്തിക് ഏജിൽ നിന്ന് തന്നെ നമ്മളുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് മനസ്സിലായി ധാന്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനമുണ്ട്, ഫുഡിന് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ അവർക്ക് തന്നെ മനസ്സിലായി തുടങ്ങി. ഇനി നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് അഗ്രികൾച്ചർ ബിഗിൻ ഇൻ ദിസ് ഏരിയ. അതായത് ഫസ്റ്റായിട്ട് നമ്മൾ നിയോലിത്തിക് ഏജിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്, നമ്മളുടെ അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ളത്. ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഫെർട്ടിലൈസർട്ടൻ. ഓക്കെ, അതാണ്. ഇതെന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ആദ്യമായിട്ട് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ ഏരിയക്ക് ജസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേര് എന്ന രീതിയിൽ മാത്രം കേട്ടോ. ലെറ്റ് അസ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെറ്റ് ഹ്യൂമൻസ് ടു ബി ദ അഗ്രികൾച്ചർ ഡൊമസ്റ്റിക്കേഷൻ ഫോർ എനിമൽസ്. എന്ത് കാരണം കൊണ്ടാണ് ഇവർ അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് എനിമൽസും സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇവർ ഡൊമസ്റ്റിക്കേഷനും അഗ്രികൾച്ചർ ഓഫ് സ്റ്റാർട്ട് ചെയ്യാനുള്ള
ഇത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാലിയോളിത്തിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ചിന്നുവിനെയും മിന്നുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അവരൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെങ്ങനെ വീട്ടിൽ താമസിച്ചു, അങ്ങനെ വീടുണ്ടാക്കി, അവർ കേവിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ പുറത്തോ താമസിക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ അവരെ പറ്റി ആളുകൾ പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയൊരു സെക്ഷനാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. പോപ്പുലേഷൻ ഗ്രോത്ത് എന്താണ്? പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഒന്നാമത്തെ ഇത്. യെസ്, അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷനും കൂടാനുള്ള കാരണം, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും കൂടാനുള്ള കാരണം എന്താണ്? ഒന്നാമത്തെ കാരണമാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഗ്രോത്ത്, ഒരുപാട് ജനസംഖ്യ കൂടി കഴിഞ്ഞാൽ അവരുടെ ഫുഡിൻ്റെ ഇതിനെന്താവും? മാറ്റം വരും. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ആദ്യം കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ആളുകൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഫുഡും എന്ത് ചെയ്യേണ്ടി വരും? കൂടേണ്ടി വരും അല്ലേ. ഫുഡും എന്ത് ചെയ്യേണ്ടി വരും? എക്സ്റ്റെൻഡ് ആവേണ്ടി വരും. ആൻഡ് പറയുകയാണെങ്കിൽ ആൻഡ് ഇൻക്രീസിങ് ദ നമ്പേഴ്സ് ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, ആളുകളുടെ സ്ഥിര താമസ സ്ഥലം. അതായത് ഇപ്പം നമുക്കുണ്ട് ഒരുപാട് പഞ്ചായത്ത്, അങ്ങനെ ഓരോ സൈഡിൽ ഒരുപാട് വീടുകൾ വന്നു തുടങ്ങി. അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് തന്നെ, ഒരു നാട്ടിൽ തന്നെ ഒരുപാട് വീടുകൾ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സ്ഥലത്ത് എന്ത് വയ്ക്കണം? ആ നാട്ടിലുള്ള എല്ലാവർക്കും കിട്ടേണ്ട ഫുഡ് അവിടെ കിട്ടണമല്ലോ. അപ്പോൾ അതേപോലെ അവർ സെറ്റിൽമെൻറ്റൊക്കെ ആയി തുടങ്ങിയപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ ഇത് നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ഒരേ സ്ഥലത്ത് ഒരുപാട് പേര് കൂടുകയാണ്. ആ സമയത്ത് അവിടെ ഉള്ളവർക്ക് വെള്ളം ചിലപ്പോൾ ക്ഷാമം ഉണ്ടാവും. അതായത് ഒരുപാട് പേരാണല്ലോ അവിടുത്തെ വെള്ളം യൂസ് ചെയ്യുന്നത്. ഒരു ഫാമിലിയോ 2 ഫാമിലിയോ അല്ല, അവിടെ താമസിക്കുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരും ഒരേ കിണറ്റിൽ നിന്ന് വെള്ളം എടുത്ത് എങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്ന സംഭവം. ആൻഡ് കോംപ്ലക്സ് സോഷ്യൽ ഓർഗനൈസേഷനും അതിലുണ്ടായിരുന്നു. ആൻഡ് ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊട്ടക്ഷൻ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സംഭവം തന്നെയാണ്. നമ്മൾ പറഞ്ഞു ആളുകളുടെ സെറ്റിൽമെൻറ്റ് ഇവിടെ കൂടി തുടങ്ങി, അതായത് ഇവിടെ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരേ പ്രദേശത്ത് ഒരുപാട് പേര് വീട് വെച്ചു. അപ്പോൾ അവിടുത്തെ ഫുഡിന് ഷോർട്ടേജ് എന്തായാലും ഉണ്ടാവും. അവിടെ ഒരു പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചുറ്റോറം ഒരുപാട് ആ ഒരു കൃഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരുപാട് വീടുണ്ട്. അപ്പോൾ ഈ വീടുകൾക്ക് എല്ലാവർക്കും തികയാവുന്ന, അതായത് എല്ലാവർക്കും ഒരു നേരത്തെ ഫുഡെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിക്ക് വേണം എല്ലാവർക്കും ഫുഡ് എത്തിക്കണ്ടേ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഫുഡിൽ ഷോർട്ടേജ് വരേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും എന്തുകൊണ്ടാണ് നമ്മൾ ഹണ്ടിങ്ങും ആൻഡ് അഗ്രികൾച്ചറും കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ റീസണാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഹണ്ടിങ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, പിന്നെ ഡൊമസ്റ്റിക്കേഷൻ ഉണ്ടായിരുന്നു, ഹണ്ടിങ് ഉണ്ടായിരുന്നു, പിന്നെ ഫിഷിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുഴയിൽ നിന്ന് ഒരുപാട് മീൻ ഒരേ സമയം നമുക്ക് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഈ എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പരിപാലിക്കണം. കാരണം നമ്മളെ നാട്ടുകാരാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫുഡിൽ നിന്നും പകുതിയെങ്കിലും അവർക്ക് കൊടുക്കണം. അതായത് നാട്ടിലെല്ലാവർക്കും ഒരേപോലെ ഫുഡ് ലഭിക്കണം. ബട്ട് അങ്ങനെ ഒരുപാട് പേരുള്ള കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് അവർ അഗ്രികൾച്ചറും അതേപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും കൊണ്ടുവരാനുള്ള കാരണം. അതായത് നമ്മൾ ഫുഡിന് ഷോർട്ടേജ് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ചേഞ്ചിങ് ഇൻ ടെക്നോളജീസ്, പിന്നെ ഒരുപാട് ടെക്നോളജി ചേഞ്ചിങ് കൊണ്ടും ഈ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊരു പിക്ചർ ഉണ്ട്. അതിലിപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാം. ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഞാൻ ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് തരാം. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ ഒരു ലൈനിലൂടെയാണ് നമ്മൾ കൂടുതലും ഫസ്റ്റായിട്ട് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? സിറിയ, ഇറാഖ്, പിന്നെ ഇറാൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സിറിയ, ഇറാഖ്, ഇറാൻ്റെ ഭാഗം, അങ്ങനെ ഇറാനൊക്കെ അതിൽ പെടും.
അങ്ങനെ ഒരുപാട് സ്ഥലത്തിലൂടെ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത ആ സ്ഥലത്തിലൂടെയാണ് നമ്മൾ അതെന്ന് വെച്ചാൽ ഒരു വളവ് പോലെയാണ് കേട്ടോ, ഒരു വളവ് പോലെയാണ്. ഒരുപാട് രാജ്യത്തിലൂടെ കടന്നിട്ടാണ് ആ ഒരു വളവ് തിരിഞ്ഞ് മറിഞ്ഞ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കാലത്തുണ്ടായിരുന്ന ടൂൾസിനെ പറ്റിയിട്ടാണ്. ആ കാലത്ത് നല്ല പോളിഷ്ഡ് ടൂൾസ് ആയിരുന്നു. നമുക്ക് നല്ല പിക്ചർ കണ്ടാൽ മനസ്സിലാവും. അവർ നല്ല ഷാർപ്പാക്കി എന്ത് യൂസിനാണോ അവർ യൂസ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെ നമുക്ക് പിടിക്കാനൊരു എയിമിനൊക്കെ വേണ്ടി ഒരുപാട് രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഷാർപ്പൻ ടൂൾസ് ആയിരുന്നു, നല്ല പോളിഷ്ഡ് ടൂൾസ് ആയിരുന്നു. ഇനി നിങ്ങൾക്ക് അറിയുന്നത് എന്താണ് അതൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഹെൽപ്പിംഗ് ദ ഹ്യൂമൻസ് cultivation and land their help for in till the soil and cutting down trees. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, ആയുധങ്ങളുണ്ടല്ലോ, ഈ ടൂൾസ് ഉണ്ടല്ലോ, ഈ ടൂൾസ് വെച്ചിട്ട് അവർക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ ഹെൽപ്പാണ്? അവർക്ക് നിലം ഉഴുതുമറിക്കാൻ ഈ ടൂൾസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൃഷി തുടങ്ങി അപ്പോൾ നിലം ഉഴുതുമറിക്കാൻ അവർക്ക് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ട്രീസ് കട്ട് ചെയ്യാൻ വരെ അവരുടെ ആ കാലത്തുണ്ടായിരുന്ന സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കിയിരുന്ന ആ ഒരു ടൂൾസ് അവർക്ക് നല്ല ഹെൽപ്പായിട്ടുണ്ട്. ദിസ് മാർക്കറ്റ് the beginning of great changes in human life. ഈ ഒരു കാരണം തന്നെ ആ കാലത്തുണ്ടായിരുന്ന ഹ്യൂമൻസിന്, മനുഷ്യർക്ക്, പീപ്പിൾസിന് നല്ല ഹ്യൂമൻ ലൈഫിൽ നല്ല ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് എൻഷ്യൂർ ദ സ്റ്റഡി അവൈലബിൾ ഫോർ ഫുഡ് പ്രൊട്ടക്ഷൻ. എന്താണ് അഗ്രികൾച്ചറും ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസും അവർക്ക് ഫുഡ് പ്രൊട്ടക്ഷന് നല്ല കൂടുതൽ ഹെൽപ്പിലേക്ക് അവരെ കൊണ്ടുപോവാണ് ചെയ്തത്. ഇൻട്രൊഡക്ഷൻ ഓഫ് പോട്രി ആൻഡ് ദ യൂസ് ഓഫ് ബ്രേഡ്സ് മെയ്ഡ് ഓഫ് ക്ലേ. അവർ പോട്രി മേക്കിങ്ങും ആ ഒരു കാലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്യുപ്പേഷൻ ആ കാലത്തുണ്ടായിരുന്ന ഒരു മെയിൻ ഒക്യുപ്പേഷനാണ് പോട്രി മേക്കിംഗ്. ആ കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞു നിയോളിത്തിക്കിൽ പോട്രി മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അതൊരു ഒക്യുപ്പേഷനായിട്ട് മാറി, ഒരു ജോബായിട്ട് മാറി. അതേപോലെ തന്നെ വീവിങ്സും ഒരു ജോബായിട്ട് മാറി. ദ സൊസൈറ്റി കെയിം ടു ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻ ഗ്രൂപ്പ്. ദിസ് റിസൾട്ട് ഇൻ ദ സിഗ്നിഫിക്കൻറ്റ് ചേഞ്ച് ഓഫ് സോഷ്യൽ ഫോർമേഷൻ. അത് അവർക്ക് നല്ലൊരു ഹെൽപ്പായിരുന്നു. ഒരുപാട് ഒക്യുപ്പേഷൻ ഗ്രൂപ്പായിട്ടാണെങ്കിൽ പോലും ഒരുപാട് ഒക്യുപ്പേഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. ആ രീതിയിൽ അവർക്ക് സോഷ്യൽ ഫോർമേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. ഇനി പറയാനുള്ളത് ബേസിക് ഓഫ് ദ ബേസിക് ഓഫ് പ്രോഗ്രസ് ഹ്യൂമൻ ഹാവ് achieved today came to see the during Neolithic age. ആ ഒരു ബേസ്ഡ് ഓൺ പ്രോഗ്രസ് ഹ്യൂമൻസിൻ്റെ അച്ചീവ്മെൻറ്റ് കാരണം തന്നെ ആ ഒരു കാലത്ത് നിയോളിത്തിക് ഏജിൽ അവർക്ക് നല്ല ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. ഗോൾഡൻ ചൈൽഡാണ് നമ്മളുടെ ഇതിന് നിയോളിത്തിക് ഏജ് മാത്രമല്ല നിയോളിത്തിക് റെവല്യൂഷൻ എന്നും കൂടെ പേര് വിളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ നിയോളിത്തിക് ഏജിലുണ്ടായിരുന്ന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നുണ്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, അതൊരു ഡിഫറെൻ്റാണ്. പിന്നെ സെറ്റിൽഡ് ലൈഫ്, അവർ ലൈഫ് സെറ്റിൽഡായി, അവരുടെ ലൈഫ് എന്ത് ചെയ്തു സെറ്റിൽഡായി. വീവിങ്സ് ഉണ്ടായിരുന്നു, അത് മൂന്നാമത്തെ ഒരു പോയിൻ്റാണ്. പോട്രി മേക്കിംഗ് ഉണ്ടായിരുന്നു. ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന എന്ത് വേണമെങ്കിലും എഴുതാം. അവർ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്നത് നമ്മളെ നിയോളിത്തിക് ഏജിലായിരുന്നു. ഫലസ്തീനിലുള്ള ജൊറീച്ചോ, ഇറാഖിലുള്ള ജോർമോ, ഇറാനിലുള്ള അലികോഷ്, അതേപോലെ തന്നെ ഇന്ത്യയിലെ പാകിസ്ഥാനിലുള്ള മെഹർഗർഹ്, ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനി ഇതിൻ്റെ 3rd പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും, എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.